ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്ത് സീ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുക. ഈ ബാക്കിൽ കാണുന്നതാണ് വിഴിഞ്ഞം പോട്ടെ. ഇന്ന് ഹെൽപ്പറായിട്ട് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത് ഷാമിയാണ്. ഷാമി അപ്പോൾ ഫുഡ് ഏത് ഹോട്ടലിൽ നിന്ന് കഴിക്കും, സീ ഫുഡ് ഏത് ഹോട്ടലിൽ നിന്ന് കഴിക്കുമെന്ന് ഒരു പിടുത്തമില്ല. അപ്പോൾ ഹോട്ടൽ സെലക്ട് ചെയ്തിട്ടില്ല. അതിനിപ്പോൾ അത്യാവശ്യം കൊണ്ട് വന്നിട്ട് സെലക്ട് ചെയ്തിട്ട് അങ്ങോട്ട് നോക്കട്ടെ ഏത് ഹോട്ടലിൽ പോയി കഴിക്കാമെന്ന്. അപ്പോൾ ഹോട്ടലിൽ തപ്പി അങ്ങ് നടക്കാം കുറച്ച് നേരം. ഇത് അത്തിച്ചു വരുന്നേ ഇങ്ങനെ മീനിടാൻ ചൂണ്ടിടാനാ. ഏത് ഹോട്ടലിൽ കയറും? ആദ്യം ഫുഡ് കഴിച്ചിട്ട് പോവാം. മീൻ പിടിക്കാൻ ആദ്യമേ മീൻ പിടിക്കണമെന്നും പറഞ്ഞാണ് പോണത്. വണ്ടിയുടെ ബാക്കിലാണെങ്കിൽ ചൂണ്ടയും കൊണ്ടൊക്കെ വന്നേക്കണം. ഇവിടെ ഏത് ഹോട്ടലിൽ കയറുന്ന ഒരു പിടുത്തമില്ല. ഇവിടെ ഒരുപാട് ഹോട്ടലുണ്ട്. മാലിക്, ഉസ്താ ഹോട്ടൽ 2-3 ഉണ്ടെന്ന് തോന്നുന്നു പേര്. വരുന്ന വഴിക്ക് ഉസ്താ ഹോട്ടലുണ്ട്, അവർ തന്നെയാണെന്ന് തോന്നുന്നത്. ഇത് അൽ ഉസ്താ ഹോട്ടൽ, അത് വെറും ഉസ്താ ഹോട്ടലാണെന്ന് തോന്നുന്നു. എന്തായാലും ഹോട്ടൽ സെലക്ട് ആക്കിയിട്ട് ഫുഡ് സെലക്ട് ചെയ്യാം. ഹോട്ടലാണ് സെലക്ട് ചെയ്തേക്കണം. ഈ ഹോട്ടലിൽ കയറി ആദ്യമേ മീൻമുട്ടയും ചിപ്പിയൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ച്. അപ്പോൾ ഫുഡ് പോയി ഓർഡർ ചെയ്യട്ടെ. ഹോട്ടലിൻ്റെ പേര് മാലിക്. ഏറ്റവും പൊക്കത്താണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. തിരക്കൊക്കെ ഉണ്ട്. എന്താണ് മുട്ട, പിന്നെ ചിപ്പി, പിന്നെ വേറെ അതുള്ള കൊഞ്ചുണ്ട്. 5 കണമൊന്നും വേണ്ട. വിശദാനുസരിച്ച് ആണല്ലേ, അത് പറയാം. അപ്പോൾ ഒരു മുട്ടയും ഒരു ചിപ്പി എന്താ, പിന്നെ പൊറോട്ട, പിന്നെ അപ്പം ഉണ്ടോ? ഒരു 4-5 പൊറോട്ടയും 5 അപ്പം എന്താ, പിന്നെ കൊഞ്ച് ചിപ്പി അല്ല ഒരു ചിപ്പി, പിന്നെ ഒരു മീൻമുട്ട. അത് എടുക്കാം, നോക്കട്ടെ. പൊറോട്ട 5 പൊറോട്ട. ഓക്കെ. പിന്നെ ഒരു ഗ്രേപ്പ് ജ്യൂസ്, ഒരു തണുത്ത വെള്ളം. നൈസായിട്ട് സ്റ്റാർട്ടിങ് ചെറുതായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി വലുതായിട്ട് പറയാം. അപ്പോൾ നമ്മൾ തിരക്കുമില്ല, കുഴപ്പമില്ല, നല്ല വ്യൂ ഉണ്ട്. ഞായറാഴ്ചയായിട്ടും തിരക്ക്, ഭയങ്കര തിരക്കുറവ്. എനിക്ക് തോന്നുന്നു ഭീമാപ്പള്ളിയിൽ ഉറൂസ് ആയതുകൊണ്ടാണ് തോന്നുന്നത്. അത്താക്കൊല്ലം പറയണ്ട. വിഴിഞ്ഞം പോർട്ട്, ഇവിടെ നിന്ന് നോക്കിയ വിഴിഞ്ഞം പോർട്ട് കാണാം. കാണുന്നതാണ് വിഴിഞ്ഞം പോർട്ട്. ഫുള്ള് സൂമാണ്. ഇത്രയും സൂമാവും. എന്തായാലും ഫുഡ് വരട്ടെ. പ്രധാനമായും ചില ഹോട്ടലിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് തരും. എന്തായാലും ഫുഡ് വരട്ടെ. ശരിക്കും ഇവിടെ വിഴിഞ്ഞത്ത് ഫുഡ് കഴിക്കാനാണ് വന്നത്. ഇപ്പോൾ ചൂണ്ടയിടണമെന്നായി. വണ്ടിക്കകത്ത് ചൂണ്ട കിടപ്പുണ്ട്. ഇപ്പോൾ ചെമ്മീനുണ്ടോ ചാളയുണ്ടോ ഇങ്ങനെ കറങ്ങി നടക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഹാർബറിൽ മീനൊന്നും വന്നിട്ടില്ല. ബോട്ടൊന്നും വന്നിട്ടില്ല. ബോട്ട് വന്ന് മീൻ കിട്ടുവാണെങ്കിൽ മീൻ പിടിക്കും. അപ്പോൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. അത് മുട്ടയാണ്. മുട്ട, ഇത് ചിപ്പി, ഭയങ്കര വലിയ ഉഴുത്ത ചിപ്പിയാണ്. അപ്പം ഇത്. അപ്പോൾ ഞാൻ പൊറോട്ട എടുക്കുന്നു. ഇവരുടെ കുന്നം പൊറോട്ട. ഒരു പൊറോട്ട. ഇവരുടെ തന്ന ഗ്രേവി എനിക്ക് വലിയ ഗുമ്മായിട്ട് തോന്നണില്ല. എന്നാലും നോക്കട്ടെ. വലിയ ചിപ്പിയാണ്. വലിയ ചിപ്പി പറഞ്ഞയച്ചു നോക്കട്ടെ. അതിന് തന്നെ ചൂടും ആ എരിവ് നല്ലപോലെ ഉണ്ട്. മുട്ട ഉണ്ട്. മീനിൻ്റെ വന്നൊന്നും എനിക്കറിയില്ല. കഴിച്ചുകൊണ്ടാ മുമ്പോട്ട് പോവാം. ഞാനും കഴിക്കട്ടെ. ഒരു യുദ്ധം കഴിഞ്ഞതിൻ്റെ അവസ്ഥ. എക്സ്ട്രാ ചിക്കൻ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്തു. ചിക്കൻ ഫ്രൈ, പിന്നെ വീണ്ടും ചിപ്പിയും മുട്ടയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ മെയിൻലി ചിപ്പി കഴിക്കാൻ വേണ്ടിയാണ് വന്നത്. ചിക്കൻ ഫ്രൈ അത്ര സെറ്റായില്ലായിരിക്കും. ബാക്കി
കഴിച്ച ചിപ്പി മുട്ടയൊക്കെ അടിപൊളിയാണ്. പിന്നെ ഒരു ലോഡ് പൊറോട്ട കഴിച്ചല്ല, കുഞ്ഞു പൊറോട്ട ആയതുകൊണ്ട് മലമ്പാമ്പ് വിഴുങ്ങിയ അവസ്ഥയപ്പം ശരിക്കും അടിച്ച് കയറ്റി. അത്ത ഫുഡൊക്കെ അടിച്ചിട്ട് ഞാൻ പോണ് താഴത്തിറങ്ങി. അപ്പോൾ സുലൈമാനി പറഞ്ഞ് ഇതും കൂടി കുടിച്ചങ്ങോട്ട് ഇറങ്ങണം. ഫുഡൊക്കെ കഴിച്ച് താഴത്തേക്ക് ഇറങ്ങണം. ബില്ല് എത്രയാണെന്ന് നോക്കട്ടെ. അമ്മ ബില്ല് കൊടുത്തേക്കെ. മാനേപ്പച്ചേക്കോ ബില്ല് കൊടുത്താകാൻ പറഞ്ഞു. പിന്നെ പൊറോട്ട ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. മാലിക് വേറെ ഹോട്ടലും ഉണ്ട് കേട്ടോ. എൻ്റെ അഭിപ്രായം പറഞ്ഞു നല്ല ഫുഡായിരുന്നല്ലേ. എല്ലായിടൊന്നും കഴിച്ചില്ല. അതിന് ഡാഡിനെ തപ്പട്ടെ. ഡാഡി മീൻ പിടിക്കാൻ പോകാമെന്നും പറഞ്ഞ് ധൃതി പിടിച്ച് ഫുഡ് കഴിച്ച് അപ്പം തന്നെ ഓടിക്കളഞ്ഞു. ചെമ്മീന ചാള എവിടെയൊക്കെ ഇടണം ചൂണ്ടയ്ക്ക് ഇരയായിട്ടിടാൻ വേണ്ടിയേ, അതിനു വേണ്ടി ആൾ ഓടിക്കളഞ്ഞു. മെഡിക്കൽ അവിടെ വന്ന് നോക്കിയിട്ട് എന്തായാലും നാളെ തപ്പിക്കണ്ട് പിടിക്കട്ടെ. ഇപ്പോൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയേ ഉള്ളൂ. അപ്പോൾ തന്നെ കപ്പലുണ്ട്, സൂപ്പർ കപ്പലുണ്ട്, ചൂട് കപ്പലുണ്ട്. കൊള്ളാം. ഇനി എന്താ പരിപാടി പറ? വണ്ടിയിൽ അങ്ങോട്ട് എത്തുമ്പോൾ വണ്ടിയിൽ അങ്ങോട്ട് പോകാനാ പറഞ്ഞു. ആൾക്കാരും ചൂണ്ടെടുക്കാനായിരിക്കും. ഏറിയുണ്ടിയാണോ മണലിൽ കൂടെ കണക്കണ്ട. മണൽ മൊത്തം വണ്ടിക്കതോ. നല്ല അനുസരണമുള്ള ഡാഡി. മമ്മി എന്തി? മമ്മിക്ക് പിന്നെ അനുസരണമുണ്ട്. മമ്മി എന്തായാലും വണ്ടിയുടെ അടുത്ത് തീർക്കാം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് വേറെ ഈ പള്ളിയുടെ ഫ്രണ്ടിൽ പാർക്കിങ്ങിൻ്റെ അവിടെ വന്നു. അത്തായുമായും അതിനെ പുറത്തിറങ്ങി പോയി. അവർ അവിടെ ബീച്ചിൻ്റെ സൈഡിൽ കടലൊക്കെ നോക്കിയിരിക്കും. ഉമ്മ എന്തി? ആള് ചൂണ്ട എവിടെയൊക്കെ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുക. ഉമ്മാനെ കാണുന്നില്ലല്ലോ. സ്ട്രീറ്റ് ഫുഡ് ഇനി എന്ത് ചെയ്യണം, അടുത്തത് എന്ത് ചെയ്യണമെന്നുള്ള ഒരു പിടിയുമില്ലാതെ നടക്കുന്നു. ചൂണ്ടയിടണമെന്നുണ്ട്, പക്ഷെ ഉറക്കം വരുന്നൊക്കെ പറയണം. എന്ത് ചെയ്യണം അത്ത പറ? ജായക കിതർ ജായക യുപി ഉമ്മാന്തി ഉമ്മാന്തി. ഉമ്മാനെ കാണാനില്ലെന്ന് തോന്നുന്നു. ആ അതേ വരുന്നു, അവിടുന്ന് വരുന്നുണ്ട് പാവം. എന്നാലും എന്താ തീരുമാനം നോക്കട്ടെ. അപ്പം പയ്യ ഇവിടെ വന്ന് സൈഡിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് ഉമ്മച്ചീനെ വെയിറ്റ് ചെയ്യണ്. ഉമ്മ അത് എവിടെ നിന്ന് പയ്യെ നടന്ന് വരുന്നുണ്ട്. മീൻ ചൂണ്ടിടണ ആരും എന്തായി? മീൻ കിട്ടിയില്ല. ചെറിയ മീൻ ഇര കിട്ടാൻ വേണ്ടി താമസം ഉണ്ടെന്ന്, ബോട്ടൊന്നും വന്നിട്ടില്ലെന്ന്. അവരെന്താ പറഞ്ഞത്? ഇവിടെ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? ഈ ഇതിട്ടേക്കണ അടിച്ചടുത്തേക്ക് ഇറക്കൂല, സെക്യൂരിറ്റി ഉണ്ടെന്ന്. ഇവിടെ ഒന്നും ഇടാൻ പറ്റത്തില്ലെന്ന്, വേറെ ഏതോ സൈഡിൽ കൊണ്ടു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. നല്ല വ്യൂ ആണ് കേട്ടോ. എന്താ സൂപ്പർ വ്യൂ ആണ്. അതാണ് ലൈറ്റ് ഹൗസ് ആണ്. അത് ലൈറ്റ് ഹൗസ് കൊള്ളാം. നൈറ്റൊക്കെ വന്ന് ചുമ്മാ കറങ്ങി വെക്കാൻ പറ്റുന്ന സ്ഥലമാണ് മെയിൻ. ഇവിടെ പള്ളിയുണ്ട്, ഇത് കണ്ടോ, 1, 2, പിന്നെ വേറെയുണ്ട്. അതിൻ്റെ അകത്ത് അങ്ങറ്റത്ത് വേറൊരു പള്ളിയും കൂടി ഉണ്ട്. ചെറിയൊരു കുഞ്ഞു ദർഗയും കൂടെ ഉണ്ട്. പോട്ടിൻ്റെ അവിടെ, പോട്ടിൻ്റെ അല്ല, ഹാർബറിൻ്റെ അവിടെ അല്ലേ. വേണ്ട നടക്കാനൊന്നും വയ്യ, ഫുഡ് അടിച്ചിട്ട്. അപ്പോൾ
ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ഓക്കെ ബൈ.